സ്ത്രീപക്ഷ സർക്കാരെന്ന് ഊറ്റം കൊള്ളുന്നവരാണ് കേരളത്തിന്റെ അഭിമാന പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് പിണറായി വിജയൻ. ഗൃഹജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്കായി LDF സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിലവിലെ UDF സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. 16 ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് ആശ്വാസമായിരുന്ന പെൻഷന്റെ ഏപ്രിലെയും മെയ്യിലെയും വിഹിതം ധനം വകുപ്പ് ഫയലിൽ ഒപ്പിടാതെ പിടിച്ചുവച്ചിരിക്കുന്നു. പെൻഷൻ പുതിയതായി അപേക്ഷിച്ചവരുടെ കാര്യത്തിൽ യാതൊരു തീരുമാനവും എടുക്കാതെ സർക്കാർ വൈകിപ്പിക്കുന്നു. സ്ത്രീപക്ഷ സർക്കാരെന്ന് അവകാശപ്പെടുന്നവർ പദ്ധതിയെ തുടക്കം മുതൽ അപഹസിക്കുകയും ഇപ്പോൾ അത് പൂർണ്ണമായും തകർക്കാൻ ശ്രമിക്കുകയുമാണ് തുടങ്ങിയ കാര്യങ്ങൾ പരാമർശിച്ചായിരുന്നു പിണറായിയുടെ വിമർശനം. ഗൃഹജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വീട്ടമ്മമാർ രാഷ്ട്ര ശില്പികളാണെന്നും അവരുടെ അധ്വാനം രാജ്യത്തിന്റെ പുരോഗതിയുടെ ആധാരമാണെന്നും സുപ്രീം കോടതി ചരിത്രപരമായ ഒരു വിധിയിലൂടെ നിരീക്ഷിച്ചത് ഇക്കഴിഞ്ഞ ജൂൺ 11-നാണ്. അതിനും വളരെ മുമ്പേ 2025 ഒക്ടോബറിലാണ് LDF സർക്കാർ പാവപ്പെട്ട കുടുംബങ്ങളിലെ 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് എല്ലാ മാസവും 1000 രൂപ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയത്. 31.34 ലക്ഷം പേരെയാണ് ഇതിൽ ഗുണഭോക്താക്കളായി കണക്കാക്കിയത്. വീട്ടകങ്ങളിൽ തളയ്ക്കപ്പെട്ട സ്ത്രീകൾ നിർവഹിക്കുന്ന ഗൃഹജോലിയുടെ മൂല്യം അംഗീകരിക്കുവാനാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ LDF സർക്കാർ തയ്യാറായത്. 3720 കോടി രൂപയാണ് LDF സർക്കാർ അവസാന ബജറ്റിൽ ഇതിനായി നീക്കിവെച്ചത്. മാർച്ച് മാസം വരെ പെൻഷൻ നൽകുകയും ചെയ്തു. സ്ത്രീ സുരക്ഷാ പദ്ധതിയെ തുടക്കം മുതൽ അപഹസിക്കാൻ തയ്യാറായ UDF നേതൃത്വമാണ് ഇപ്പോൾ പദ്ധതിയെ തന്നെ തകർക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം അണിയറയിൽ തയ്യാറാക്കുന്നത്. 2 മാസത്തെ പെൻഷൻ നൽകാത്തതിനു പുറമെ പദ്ധതിയിലേക്ക് പുതിയതായി അപേക്ഷിച്ചവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ വൈകിപ്പിക്കുകയും ചെയ്യുകയാണ്. സ്ത്രീപക്ഷ സർക്കാരെന്ന് ഊറ്റം കൊള്ളുന്നവരാണ് കേരളത്തിന്റെ അഭിമാന പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്നത്. UDF സർക്കാർ നിലപാട് തിരുത്തണമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു.